പെണ്ണൊരുത്തി ഒരുമ്പെട്ടിറങ്ങിയാൽ ആണൊരുത്തന് പിന്നെ ആകാശത്തും ആഴിയിലും അത്താണിയില്ലെന്ന ചൊല്ല് സത്യമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങു വാഴുന്നത്. നാട്ടിലെ പുരുഷ കേസരികളെല്ലാം ഇപ്പോൾ പെണ്ണുങ്ങളെ പേടിച്ചാണ് പുറത്തിറങ്ങുന്നത്. നോക്കിയാൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം, കൈ വീശിയാൽ കുറ്റം, തിരക്കേറിയ ഗതാഗത ശകടങ്ങളിൽ വെച്ചോ കവലകളിൽ വെച്ചോ അറിയാതെ ഒന്ന് മുട്ടിപ്പോയാൽ പോലും ആണിന്റെ കാര്യം പോക്കാണ്. ലൈംഗിക ചുവയോടെ നോക്കിയെന്നും സ്വകാര്യത നഷ്ടമായെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയും തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞ് പോലീസിൽ പരാതി നൽകുക, പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ രഹസ്യമൊഴി നൽകി കേസെടുപ്പിച്ച് ആണിനെ അഴിക്കുള്ളിലാക്കുക തുടങ്ങി ബ്ലാക്ക് മെയിലിംഗ്, ഗർഭാരോപണം എന്നിങ്ങനെ ഈ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ ആണൊരുത്തന്റെ ജീവനും ജീവിതവും കട്ടപ്പുകയാണെന്നേ പറയാനുള്ളൂ. പ്രണയം നടിച്ച് അടുത്തുകൂടി ആണിന്റെ 4 ചക്രമടിച്ചു മാറ്റുന്നവരും അവന്റെ ഒപ്പം കെട്ടിപ്പിടിച്ചും ബോട്ടം പിടിച്ചും ചുറ്റിയടിച്ചും മണിപ്പേഴ്സും മണിച്ചെയിനും വാച്ചും മോതിരവും വരെ അടിച്ചു മാറ്റിയിട്ട് പീഡന പരാതിയുമായി എത്തി പുരുഷനെ സംഘം ചേർന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നവരും നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. ഇല്ലാ കഥകൾ മെനഞ്ഞും പിന്നാലെ കൂടി ശല്യപ്പെടുത്തിയും ആണിന്റെ സകല സമ്പത്ത് ഊറ്റിയ ശേഷവും അവനെ ജീവിക്കാൻ വിടാതെ കൊല്ലാക്കൊല ചെയ്യുന്ന പെണ്ണുങ്ങളുടെ താവളങ്ങളായി ദൈവത്തിന്റെ സ്വന്തം നാട് മാറിയെന്ന് തന്നെയാണ് ഒറ്റമൈനയ്ക്കും പറയാനുള്ളത്. പത്തനംതിട്ടയിലെ സ്കൂൾ വിദ്യാർത്ഥിനിയായ കൊച്ചു പെൺകുട്ടി നൽകിയ കള്ളപ്പരാതിയിൽ നിരപരാധികളായ സഹപാഠികൾ മാത്രമല്ല, മനസാ വാചാ കർമ്മണ പെൺകുട്ടിയുടെ പരാതിയുമായി കുലബന്ധം പോലുമില്ലാത്ത ചെറുപ്പക്കാരും പോലീസിന്റെ ഭേദ്യം ചെയ്യലും കൈക്കരുത്തും നേരിട്ടവരാണ്. ഊതിവീർപ്പിക്കുന്ന ഇത്തരം ഇല്ലാ കഥകൾ സത്യമാണോ എന്ന് അന്വേഷിക്കാതെ പോലീസ് ഇടപെടുന്നത് മൂലം മാനസികമായി തകരുന്നത് ആണിന്റെ ആത്മാഭിമാനമാണ്. ഏത് പള്ളിപ്പെരുന്നാൾ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ലെന്ന് പറഞ്ഞതുപോലെ വ്യക്തിവിരോധം തീർക്കാനായി ആണിനെതിരെ പോക്സോ കേസ് കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെ കണ്ടെത്തണം. ഇത്തരം പരാതികളിൽ അന്വേഷണം കൂടാതെ അറസ്റ്റും തുടർ നടപടികളും പാടില്ലെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തന്നെ വിധി പ്രസ്താവിച്ചിട്ടും കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന പോലീസ് നടപടി ശരിയല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പോക്സോ നിയമപ്രകാരം നൽകുന്ന കേസുകൾ സത്യമല്ലെന്ന് തെളിഞ്ഞാൽ കേസ് കൊടുപ്പിക്കാൻ കൂട്ടുനിന്ന പ്രായപൂർത്തിയായവരുടെ മേൽ കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കണം. ആരോപണം ഉന്നയിക്കുക, പിന്നീട് മാറ്റിപ്പറയുക, ഇതെല്ലാം തെറ്റാണെന്ന തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാവണം. കളവ് പറഞ്ഞാലുണ്ടാവുന്ന അപകട സാധ്യതകളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. പത്തനംതിട്ടയിലെ പെൺകുട്ടിയുടെ പക്വതക്കുറവാണ് പാവപ്പെട്ട സഹപാഠികൾ പോലും കുരുക്കിലാവാൻ വഴിയൊരുക്കിയത്.